പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PG അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ടതാണ്. മാൻഡേറ്ററി ഫീ അടക്കാനുള്ള അവസാന സമയം 27/7/2024 വൈകുന്നേരം 4 മണിക്ക് മുമ്പാണ് മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് അറ്റ് ദ കോളേജ് ഓൺലി ആഫ്റ്റർ ദ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം കോളേജിൽ ചെന്നാൽ മതി എന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. യു ഗോട്ട് അലോട്ട്മെൻറ്റ് റിപ്പോർട്ട് അറ്റ് ദ കോളേജ് ഓൺലി ആഫ്റ്റർ ദ സെക്കൻഡ് അലോട്ട്മെൻറ്റ്. കൃത്യമായിട്ട് ഇവിടെ പറയുന്നത് യു ഗോട്ട് ദ അലോട്ട്മെൻറ്റ് റിപ്പോർട്ട് അറ്റ് ദ കോളേജ് ഓൺലി ആഫ്റ്റർ ദ സെക്കൻഡ് അലോട്ട്മെൻറ്റ്. ഓക്കെ, മാൻഡേറ്ററി ഫീ അടക്കാനുള്ള ലിങ്കാണ് ഈ കാണുന്നത്. ക്ലിക്ക് ടു ദ പേ മാൻഡേറ്ററി ഫീ ആയിട്ട് SC വിദ്യാർത്ഥികൾ 135 രൂപയും മറ്റ് വിദ്യാർത്ഥികൾ 540 രൂപയുമാണ് അടയ്ക്കേണ്ടത്. മാൻഡേറ്ററി ഫീ അടച്ചു കഴിഞ്ഞാൽ ഇവിടെ മാൻഡേറ്ററി ഫീ പെയ്ഡ് എന്ന് കിട്ടും. നിങ്ങൾക്ക് അതിൻ്റെ ഒരു റെസിപ്റ്റും ലഭിക്കും. ഓക്കെ, ഈ കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നിങ്ങളുടെ ക്യാപ് ID ഉണ്ടാവും, നിങ്ങളുടെ പ്രിയോറിറ്റി ഏതാണെന്നുണ്ടാവും, നിങ്ങളുടെ പേര്, നിങ്ങൾക്ക് കിട്ടിയ കോളേജ് ഏതാ, കോഴ്സ്, നിങ്ങളുടെ ഇൻഡെക്സ് എത്രയായിരുന്നു, ഏത് കാറ്റഗറി പ്രകാരമാണ് ലഭിച്ചത്. ഇപ്പോൾ മുസ്ലിം, SC ST ക്രിസ്ത്യൻ ഇതൊക്കെ ഓപ്പൺ കാറ്റഗറിയിൽ അവരും പെടും. ഇവിടെ ഓപ്പൺ എന്നാണ് കാണുന്നത്. ഓപ്പണിൻ്റെ അർത്ഥം എന്താണ്? എല്ലാവർക്കും അർഹതപ്പെട്ടതാണ് ഓപ്പൺ. ഞാൻ എൻ്റെ അവിടെ ഓപ്പൺ എന്നാണ് കാണുന്നത്, ഞാൻ ഓപ്പണിൽ മാത്രമാണോ എന്ന് ആരും ചിന്തിക്കേണ്ട. ഓക്കെ, അപ്പോൾ 27/7/2024 വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് മാൻഡേറ്ററി ഫീ എല്ലാവരും അടക്കുക. യു ഗോട്ട് ദ അലോട്ട്മെൻറ്റ് റിപ്പോർട്ട് അറ്റ് ദ കോളേജ് ഓൺലി ആഫ്റ്റർ ദ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ കോളേജിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടില്ല. ഓക്കെ, ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒന്നെങ്കിൽ സെക്കൻഡ് പ്രയോറിറ്റിയോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള പ്രയോറിറ്റിയോ. ഇപ്പോൾ നിങ്ങൾക്ക് 10ാമത്തെ ഓപ്ഷനാണ് ഇപ്പോൾ ലഭിച്ചതെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ 10ഓ അതിന് മുകളിലുള്ളതാണ് ലഭിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷനാണ് ലഭിച്ചതെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ 5ഓ 4ഓ 3ഓ 2ഓ 1ഓ അതിന് മുകളിലുള്ള ഓപ്ഷനാണ് ലഭിക്കുക. ഇനി അഡ്മിറ്റ് കാർഡ് പെർമനൻറ്റ് അഡ്മിഷൻ നോക്കിയിട്ട് കിട്ടുന്നില്ല, അതിപ്പോൾ ആവശ്യമില്ലല്ലോ. ഓക്കെ, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കി ഡീറ്റെയിൽസ് വന്നാൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.